ഹലോ നമസ്കാരം. SB വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു ക്ലീനിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ക്ലീനിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞതല്ലേ? ഞാനിന്ന് എൻ്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തോളാം, നിങ്ങളതൊന്ന് കണ്ടിരിക്കണേ കുറച്ച് നേരം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാംസങ്ങിൻ്റെ 8 കിലോയുടെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം അതിൻ്റെ ലിഡ് അഴിച്ചെടുക്കണം. ലിഡ് അഴിച്ചപ്പോൾ അതിനകത്ത് തന്നെ ധാരാളം അഴുക്കുണ്ട്. ഇനി ഈ ബോൾട്ടൊന്ന് അഴിച്ചെടുക്കണം. ബോൾട്ട് അഴിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ബോക്സ് ടൈപ്പ് ഒരു ഉപകരണമാണ് അതിനെടുത്തിട്ടുള്ളത്. അത് അഴിക്കാൻ വേറെ സംവിധാനമൊന്നുമില്ല, അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചത്. അത് അഴിഞ്ഞു പോന്നിട്ടുണ്ട്. ഇനി ഈ കറങ്ങുന്ന സാധനം എടുക്കണം. ഇതൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് ഞാൻ പൊക്കിയിട്ടുള്ളത്. അതെ, ഒരു നല്ല അഴുക്ക് ഇതിനകത്തുണ്ട്. ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനകത്തുമുണ്ട് മോശമല്ലാത്ത അഴുക്ക്. നോക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനകത്തൊരു സാധനം, ഒരു ഹെയർ പിന്ന്. ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ ഡ്രസ്സൊക്കെ കൂടി ഒന്നിച്ച് നിലത്ത് ഇട്ടിട്ട് പിന്നെ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നതായിരിക്കും. മാജിക് ഫിൽറ്റർ എന്നാണ് ഈ ഫിൽറ്ററിൻ്റെ പേര് ഇതിനകത്ത് എഴുതി കാണുന്നത്. ഈ കാണുന്ന സ്ലോട്ടിലാണ് ഇതിടേണ്ടത്. ഈ മാജിക് ഫിൽറ്റർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാരണം ഇതിനകത്താണ് കൂടുതൽ ഇത്തരം വേസ്റ്റ് ഡെപ്പോസിറ്റ്സ് വരിക. ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ടില്ല, നമ്മുടെ കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നാമെങ്കിലും ഇതൊക്കെ നമ്മുടെ തന്നെ വസ്ത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള വേസ്റ്റ് ആണല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. മാജിക് ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാജിക് ഫിൽറ്ററൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തേക്കാം. ഇതിനകത്തെ ആ കറങ്ങുന്ന ഭാഗമാണത്. അതും ഒരു നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല. നമ്മൾ പ്രൊഫഷണലല്ലോ, അമച്ചർ ആയതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് പേരറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ്റെ വലിയൊരു ക്ലീനിങ് മഹാമഹം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ഈ വാഷിംഗ് മെഷീൻ ഒരു 6 മാസം കൂടുമ്പോൾ ഒക്കെ നിങ്ങൾ ഇതിനകത്തൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വസ്ത്രങ്ങളിലുള്ള ഈ മാലിന്യങ്ങൾ നമ്മുടെ സോപ്പും കൂടി ചേർന്ന് അവിടെ വലിയ ഒരു പേസ്റ്റ് പോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ മെഷീൻ ഇത് കറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഈ ചെറിയ സുഷിരങ്ങളിലൂടെ അത് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ വസ്ത്രങ്ങളിൽ വീണ്ടും അഴുക്ക് പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്ത വസ്ത്രത്തിൽ പിന്നെയും വീണ്ടും അഴുക്കായിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു വീഡിയോ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നമസ്കാരം പറയുന്നു. SB വ്യൂസ് ആൻഡ് റിവ്യൂസിന് വേണ്ടി സുരേഷ് ബാബു.